ഡോക്ടർ വന്ദന ദാസ് വധക്കേസിൽ സിബിഐ അന്വേഷണമില്ല. സിബിഐ അന്വേഷിക്കണമെന്ന വന്ദനയുടെ പിതാവിന്റെ ഹർജി കോടതി തള്ളി. ഹർജിയാണ് പ്രതി സന്ദീപിന്റെ ജാമ്യ ഹർജിയും തള്ളി. ടൂറിസത്തിന് സഹായകരമാകുന്നതാണ് സംസ്ഥാന ബജറ്റ് എന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. 15,000 കോടിയുടെ ഓഫറാണ് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിലൂടെ വന്നത്. മീറ്റിനായി നാളെ ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിക്കുമെന്ന് മന്ത്രി. സിപിഎം സെക്രട്ടേറിയറ്റ് തന്നെ വിമർശിച്ചെന്ന വാർത്ത തള്ളി മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. വിമർശന വാർത്ത ശുദ്ധാസംബന്ധമാണ്. പാർട്ടി സെക്രട്ടറി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി കളർഫുള്ളായി ആ വാർത്ത കൊടുക്കാമായിരുന്നുവെന്നും മന്ത്രി. കേന്ദ്രവിരുദ്ധ സമരത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. വൈകിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിക്ക് പോകുന്നത്. മറ്റന്നാളാണ് ജന്തർ മന്ദറിന് മുന്നിലെ സമരം. കേരള ഹൌസിൽ നിന്ന് പ്രകടനമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരവേദിയിലേക്ക് പോകും. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, മലങ്കര കത്തോലിക്ക സഭ പത്തനംതിട്ട രൂപത അധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ ഐറിനിയൂസുമായി കൂടിക്കാഴ്ച നടത്തി. പത്തനംതിട്ടയിലെ രൂപത ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ബിജെപി നേതാക്കൾ സഭാ ആസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ബിജെപി. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ബൂത്തുതല യോഗങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കും. 4 മണ്ഡലങ്ങളിൽ ഇന്ന് സുരേഷ് ഗോപി എത്തും. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപാണ് പ്രചാരണം. പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പത്തനംതിട്ടയിൽ 4 പേർ അറസ്റ്റിൽ. ആങ്ങമൂഴി സ്വദേശി KCB ജീവനക്കാരൻ മുഹമ്മദ് റാഫി, ചിറ്റാർ സ്വദേശി സജ്ജാദ് എസ് സലീം, ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവും പെരുന്നാട് സ്വദേശിയുമായ ജോയൽ തോമസ് എന്നിവരാണ് പിടിയിലായത്. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ മൊത്തമായി 16 പ്രതികളാണുള്ളത്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. നവി മുംബൈയിലെ ബഹുനില കെട്ടിടത്തിൽ തീപിടുത്തം. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. തീപിടുത്തമുണ്ടായത് കെട്ടിടത്തിന്റെ 27ാം നിലയിൽ. മഹാരാഷ്ട്ര ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മേഖലയിലായിരുന്നു കെട്ടിടം. തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി തെലങ്കാനയിൽ നിന്ന് മത്സരിക്കുമെന്ന അഭ്യൂഹം വീണ്ടും ശക്തമായി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആവശ്യമുന്നയിച്ച് സോണിയാഗാന്ധിയെ കണ്ടതായി റിപ്പോർട്ടുകൾ. ഈ ആവശ്യമുന്നയിച്ച് തെലങ്കാന കോൺഗ്രസ് ഘടകം പ്രമേയം പാസാക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിച്ച കോൺഗ്രസ് പരമാവധി എംപിമാരെ ലോക്സഭയിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലാണ്. ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡിലേക്ക്. ഏക സിവിൽ കോഡ് ബിൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ബിൽ സഭ പാസാക്കുന്നതോടെ സ്വാതന്ത്ര്യാനന്തരം ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും. കരടിന് അംഗീകാരം നൽകിയത് ഞായറാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം. ബിൽ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് കരുതിയെങ്കിലും അവതരിപ്പിച്ചില്ല. ഉത്തർപ്രദേശിലെ ഗ്യാൻവാബി പള്ളിയിലെ മറ്റു നിലവറകളിലും പുരാവസ്തു വകുപ്പ് സർവേ നടത്തണമെന്ന ഹർജി ഇന്ന് പരിഗണിക്കും. കോടതിയെ സമീപിച്ചത് പള്ളിയിൽ സർവേയിലേക്ക് നയിച്ച 5 സ്ത്രീകളിൽ ഒരാളായ രാഖി സിംഗ്. പള്ളിയിൽ രഹസ്യ നിലവറകളുണ്ടെന്ന് പറയുന്ന ഹർജിയിൽ മുഴുവൻ സത്യവും വെളിപ്പെടുത്തുന്നതിന് പൂർണ്ണ സർവേ നടത്തണമെന്നും ആവശ്യം. SNC ലാവലിൻ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കോടതി പരിഗണിക്കുന്നത് പിണറായി വിജയൻ അടക്കം 3 പേരെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ CBI നൽകിയ അപ്പീൽ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഇന്ന് ഡൽഹിയിൽ സമരം. സമിതി അധ്യക്ഷൻ രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിന്റെ സാധ്യതകൾ യോഗം തേടും. AAP MLA-മാർക്ക് 25 കോടി രൂപ വീതം വാഗ്ദാനം ചെയ്ത് ഡൽഹി സർക്കാരിനെ അട്ടിമറിക്കാൻ BJP ശ്രമിച്ചെന്ന ആരോപണത്തിൽ പോലീസിനെതിരെ നിലപാട് കടുപ്പിച്ച് AAP. രാഷ്ട്രീയ മേലാളന്മാരുടെ നിർദ്ദേശമനുസരിച്ച് പോലീസ് നാടകം കളിക്കുകയാണെന്ന് ആരോപിച്ച മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തി. മന്ത്രി അതിഷിയും പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അൾട്രാ മോഡേൺ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിലെ ആദ്യ സെറ്റ് ട്രെയിനുകൾ മാർച്ച് മാസത്തോടെ രാജ്യത്ത് പരീക്ഷണോട്ടം നടത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. പ്രാരംഭഘട്ടത്തിൽ 10 സെറ്റ് ട്രെയിനുകൾ നിർമ്മിക്കാനാണ് റെയിൽവേ പദ്ധതിയിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ട്രെയിൻ കോച്ചുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി റെയിൽവേ അറിയിച്ചു.
വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കേസിൽ ഇസ്ലാം മത പ്രഭാഷകനെ ഗുജറാത്ത് പോലീസ് മുംബൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിനെതിരെ ഗാഡ് കോപ്പറിൽ തടിച്ചുകൂടി പ്രതിഷേധിച്ചവരിൽ 5 പേരെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് പിന്നീട് അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി 1 ഗുജറാത്തിൽ നടത്തിയ പ്രഭാഷണം വിദ്വേഷം സൃഷ്ടിക്കുന്നതാണെന്ന് ആരോപിച്ചുള്ള പരാതിയിലായിരുന്നു മുഫ്തി സൽമാൻ അസാരിയെ അറസ്റ്റ് ചെയ്തത്. പ്രഭാഷണത്തിന്റെ വീഡിയോ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. മുംബൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 22 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു സർവീസ് കൂടി തുടങ്ങുന്നു. രാവിലെ 10:50 സർവീസ്. തിരിച്ചുള്ള സർവീസ് ഉച്ചയ്ക്ക് 1:30 കോഴിക്കോട് നിന്ന് പുറപ്പെടും. മധ്യവേനൽ അവധി ആരംഭിക്കുന്ന മെയ് ആദ്യവാരം നാട്ടിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് പുതിയ സർവീസ് ഉപകരിക്കും. ഇന്നലെ വൈകിട്ടത്തെ നിരക്ക് അനുസരിച്ച് 3000 മുതൽ 4000 രൂപയ്ക്ക് ടിക്കറ്റ് ലഭ്യമാണ്. ഉത്തർപ്രദേശിലെ ലക്നൌ ജില്ലാ ജയിലിൽ 63 പേർക്ക് HIV അണുബാധ. ഡിസംബറിൽ നടത്തിയ മെഡിക്കൽ പരിശോധനയിൽ 36 പേർക്ക് കൂടി HIV ബാധ സ്ഥിരീകരിച്ചു. കരസേനാ ഉപമേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയെ നിയമിച്ചു. ഫെബ്രുവരി 15 ചുമതലയേൽക്കും. ലഫ്റ്റനന്റ് ജനറൽ MP സുചീന്ദ്രകുമാറിന് പകരമായാണ് നിയമനം. ഒരുമിപ്പിക്കേണ്ടവരെ പ്രധാനമന്ത്രിയും കേന്ദ്ര ഭരണകൂടവും ഭിന്നിപ്പിക്കുന്നുവെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. മണിപ്പൂരിലെ കലാപം ഇതിന് ഉദാഹരണമാണ്. രാജ്യത്തിന്റെ അസ്തിത്വം സംരക്ഷിക്കുന്നതിൽ ജവഹർലാൽ നെഹ്റു മുതൽ പൂർവികർ വഹിച്ച പങ്ക് വലുതാണ്. പ്രധാനമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്നും K സുധാകരൻ. ജമ്മുകശ്മീരിൽ കനത്ത മഞ്ഞുവീഴ്ച തുടരുന്നു. പൂഞ്ചിലെ മാണ്ഡി വില്ലേജ് പൂർണ്ണമായും മഞ്ഞിലാണ്. പകൽ സമയത്ത് പോലും ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. പ്രദേശത്ത് കൊടും ശൈത്യമാണ് അനുഭവപ്പെടുന്നത്. വയനാട് കേണിച്ചിറയിൽ ആദിവാസി ദമ്പതികളുടെ കുടിൽ കാട്ടാന തകർത്തു. നാട്ടിലിറങ്ങിയ കൊമ്പൻ കാട്ടിലേക്ക് തിരിച്ചു പോകും വഴിയാണ് കുടിൽ തകർത്തത്. ആക്രമണ സമയത്ത് കുടിലുണ്ടായിരുന്നവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജീവനക്കാർ കുടുംബത്തിന് കുടിൽ നിർമ്മിച്ചു നൽകി. പൊന്നാനി വെളിയങ്കോട് കനാലിൽ നിന്ന് കയറാതെ ആന. ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറ്റവുമായി പോവുകയായിരുന്ന ആനയാണ് കനോലി കനാലിൽ നിന്ന് കയറാതെ നിന്നത്. 2 മണിക്കൂർ വെള്ളത്തിൽ കിടന്നു. പാപ്പാന്മാരുടെ മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ആന കരകയറിയത്. പാലക്കാട് മംഗലം ഡാം കുഞ്ചിയാർപതിയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വകാര്യ തോട്ടത്തിൽ കണ്ട പിടിയാനയാണ് ചരിഞ്ഞത്. പ്രായാധിക്യമാണ് മരണകാരണമെന്ന് വനം വകുപ്പ്. രാത്രിയിൽ ചികിത്സ നൽകാൻ വനപാലകർ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കൊല്ലത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കുളക്കട സ്വദേശി ഷാജിയാണ് മരിച്ചത്. രാത്രി 11 കൊട്ടാരക്കര കുളക്കട ലക്ഷം വീട് ജംഗ്ഷനിലായിരുന്നു അപകടം. ഷാജി സഞ്ചരിച്ച ബൈക്കിലേക്ക് കൊട്ടാരക്കരയിലേക്ക് വന്ന ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയിൽ ലോറികൾ കൂട്ടിയിടിച്ച ഒരാൾക്ക് പരിക്ക്. തമിഴ്നാട്ടിൽ നിന്ന് മാറ്റിങ്ങലിലേക്ക് ചള്ളിക്കയറ്റി വന്ന ലോറികൾ ഒന്നിനു പുറകെ മറ്റൊന്ന് ഇടിക്കുകയായിരുന്നു. ലോറിക്ക് മുൻപിൽ പോയ കാറിൽ തട്ടി വീണ സ്കൂട്ടർ യാത്രക്കാരൻ വീണു. ഇയാളെ രക്ഷപ്പെടുത്താൻ ലോറി പെട്ടെന്ന് നിർത്തുകയായിരുന്നു. ഈ ലോറിക്ക് പിന്നിൽ മറ്റൊരു ലോറി ഇടിക്കുകയായിരുന്നു. വാക്കുതർക്കത്തെ തുടർന്ന് മൂവാറ്റുപുഴ സിഗ്നൽ ജംഗ്ഷനിൽ ഇതര സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് മരിച്ചു. സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ താമസിച്ചു വന്നിരുന്ന ബംഗാൾ സ്വദേശി റക്കിബുളാണ് മരിച്ചത്. പ്രതി ഇജാവുദ്ദീനെ മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 33ാമത് സംസ്ഥാന സമ്മേളനം നാളെ മുതൽ 10 വരെ കണ്ണൂർ നായനാർ അക്കാദമിയിൽ നടക്കും. വൈകിട്ട് 5:30 കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ സ്വാഗത സംഘം ചെയർമാൻ AV ജയരാജൻ പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനം CPM സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. നവകേരള സദസ്സിന്റെ തുടർച്ചയായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും. കണ്ണൂർ കളക്ടറേറ്റിൽ മന്ത്രി K രാധാകൃഷ്ണനാണ് ചർച്ച നടത്തുക. ഉച്ചയ്ക്ക് 2:30 യോഗം. മലപ്പുറം എടപ്പാളിൽ 2250 കിലോഗ്രാം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. എടപ്പാൾ ആനക്കര റൂട്ടിലെ തിരുമാണിയൂരിലാണ് സംഭവം. ദുർഗന്ധം വമിക്കുന്ന മലിനജലം പുറത്തേക്കൊഴുക്കിയതിനെ തുടർന്ന് നാട്ടുകാർ മത്സ്യലോറി തടഞ്ഞിടുകയായിരുന്നു. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളായ KD പ്രതാപൻ, ഭാര്യ ശ്രീന പ്രതാപൻ എന്നിവരെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. അന്വേഷണവുമായി സഹകരിച്ചുകൂടെയെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കവേ കോടതി ചോദിച്ചിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് കേസ് പരിഗണിക്കുക.
വ്യാപാരി വ്യവസായി സമിതി പെരിന്തൽമണ്ണ ടൗൺ യൂണിറ്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഉടമകൾക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അകാലത്തിൽ അന്തരിച്ച കവി റോഷിൽ പേവിയുടെ കവിതാ സമാഹാരം മറുമൊഴി പ്രകാശനം ചെയ്തു. സഹപാഠികളുടെ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടമാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാനായി ദേശോദ്ധാരണ വായനശാലയിൽ ടി.ഐ. മധുസൂദനൻ എം.എൽ.എ പ്രകാശനം നിർവഹിച്ചു. ബാലസാഹിത്യകാരൻ പയ്യന്നൂർ കുഞ്ഞിരാമൻ പുരസ്കാരം ഏറ്റുവാങ്ങി. കവി മാധവൻ പുറച്ചേരി കവിതാ പരിചയവും ഇ ബുക്ക് പ്രകാശനവും നടത്തി. വിലക്കയറ്റത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ ജയിൽ വകുപ്പും. ജയിൽ വിഭവങ്ങൾക്ക് വില കൂടും. 21 ഇനം ജയിൽ വിഭവങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചു. ചിക്കൻ കറിക്ക് 25 രൂപയിൽ നിന്ന് 30 ആക്കി. ചിക്കൻ ഫ്രൈ 10 രൂപ വർദ്ധിപ്പിച്ച് 45 രൂപയാക്കി. ഉച്ചയൂണിന് പുതിയ നിരക്ക് 50 രൂപയാണ്. അതേസമയം ഏറ്റവും വലിയ ബ്രാൻഡായ ജയിൽ ചപ്പാത്തിയുടെ കാര്യം വില വർധനയിൽ പറയുന്നില്ല. ബ്രിട്ടനിലെ ചാൾസ് രാജാവിന് അർബുദം സ്ഥിരീകരിച്ചു. രോഗവിവരം പുറത്തുവിട്ടത് ബക്കിംഗ്ഹാം കൊട്ടാരം. എന്നാൽ ഏത് തരത്തിൽപ്പെടുന്ന അർബുദമാണ് സ്ഥിരീകരിച്ചതെന്ന് കൊട്ടാരം വ്യക്തമാക്കിയിട്ടില്ല. രോഗബാധയുണ്ടെന്ന വിവരം സ്ഥിരീകരിച്ചത് അടുത്തിടെ ചാൾസ് രാജാവ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴാണ്. യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സൗദി സന്ദർശനം തുടരുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൌദുമായി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തി. തീവ്രവാദ ഭീഷണിയും യുദ്ധക്കെടുതി നേരിടുന്ന ഗാസയ്ക്കും സഹായം നൽകുന്നതും ചർച്ചയായതായി നേതാക്കൾ. ഇന്ത്യൻ വാഹന വിപണിയിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച പ്രമുഖ ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായി ഇത്തവണ പ്രതിമാസ ആഭ്യന്തര വിൽപ്പന റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുകയാണ്. കമ്പനി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആഭ്യന്തര വിപണിയിൽ 57,115 കാറുകളും കയറ്റുമതിക്കായി 10,500 കാറുകളും ഉൾപ്പെടെ മൊത്തം 67,615 കാറുകളുടെ വിൽപ്പനയാണ് കമ്പനി പുറത്തുവിട്ടത്. ഷെയ്ൻ നിഗം നായകനായ ലിറ്റിൽ ഹാറ്റ്സിന്റെ ടീസർ ഏറ്റെടുത്ത ആരാധകർ. ചിത്രത്തിൽ ഷെയ്നിന്റെ നായികയാകുന്നത് മഹിമ നെമ്പാരാണ്. സംവിധാനം എബി തെരേസയും ആൻഡോ ജോസഫും ചേർന്ന 2 കുടുംബങ്ങൾക്കിടയിലെ 3 പ്രണയങ്ങളാണ് പ്രമേയം. ഭൂമിയെയും ചന്ദ്രനെയും ഒരേ ഫ്രെയിമിലാക്കി നാസയുടെ ക്യാമറ. അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് കാണുന്ന രീതിയിലാണ് ചിത്രം. നാസയുടെ സമൂഹ മാധ്യമ പേജിൽ വന്ന ചിത്രം കണ്ടത് 7 ലക്ഷത്തിലേറെ പേർ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിരാട് കോഹ്ലിയെ മറികടന്ന രോഹിത് ശർമ്മ. ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റിൽ 2 ഇന്നിംഗ്സുകളിലായി 27 റൺസ് നേടിയതോടുകൂടിയാണ് രോഹിത് കോഹ്ലിയെ മറികടന്നത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 29 മത്സരങ്ങളിൽ നിന്ന് രോഹിത് ശർമ്മ നേടിയത് 2242 റൺസ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന ഇന്ത്യക്കാരനെന്ന റെക്കോർഡ് രവിചന്ദ്രൻ അശ്വിന്. അശ്വിൻ മറികടന്നത് മുൻ ലെഗ് സ്പിന്നർ BS ചന്ദ്രശേഖറിന്റെ പേരിലുള്ള റെക്കോർഡ്. ഇംഗ്ലണ്ടിനെതിരെ അശ്വിൻ ഇതുവരെ സ്വന്തമാക്കിയത് 96 വിക്കറ്റുകൾ. ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയിൽ മിച്ചൽ മാർക്ക് ഓസ്ട്രേലിയയെ നയിക്കും. പരമ്പരയ്ക്കുള്ള 15-അംഗ ടീമിനെ പ്രഖ്യാപിച്ച ക്രിക്കറ്റ് ഓസ്ട്രേലിയ. ഫെബ്രുവരി 21 മുതൽ 25 വരെയാണ് പരമ്പര നടക്കുക. ഇനി ന്യൂസ് ട്രെൻഡ്സിൽ രഞ്ജിത് രാമേന്ദ്രൻ ചേരും. നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് തുടരുകയാണ്. നമുക്ക് ആലപ്പുഴയിലേക്കൊന്ന് പോകണം. സ്വകാര്യ ആശുപത്രികൾ ഒരുപാടില്ലാത്ത, സ്വതവേ കുറവായ ഒരു നഗരമാണ് ആലപ്പുഴ. ജനം ആശ്രയിക്കുന്നത് സർക്കാർ ആതുരാലയങ്ങളെയുമാണ്. വിശ്വസിച്ചാണ് നമ്മളൊക്കെ ആശുപത്രികളിലേക്ക് പോകുന്നത്. ജീവൻ നിലനിർത്തുന്നതും സംരക്ഷിക്കുന്നതും ഏറെ സങ്കീർണമായ പ്രക്രിയയാണ്. ചെറിയൊരു പിഴവ് മതി ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ തല്ലിക്കൊഴിക്കാൻ. അത്തരം സംഭവങ്ങൾ തുടർച്ചയായി ആലപ്പുഴയിൽ ആവർത്തിക്കുന്നുണ്ട്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെയാണ് വീണ്ടും ഗുരുതരമായ പരാതി ഉയർന്നിരിക്കുന്നത്. 19-ന് ശസ്ത്രക്രിയക്കിടെ ആശ എന്ന പെൺകുട്ടി മരിച്ചതും ഹൃദയ സംബന്ധമായ തകരാറിലായിരുന്നു. അനസ്തേഷ്യയിലെ പിഴവാണെന്ന് ആശയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം നടന്നു വരവെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കുന്നത്. അനാസ്ഥയുടെ ആതുരാലയം. ഏതോ ഒരു മരുന്നെന്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ അമിതമായി കയറിയത് കൊണ്ടാണ് ഈ മരണം. അറിയാം, എനിക്കറിയാം. പാസാച്ചവളാണ് ഇതാ എന്റെ മോളെ. അതുകൊണ്ട് അവർ കൊന്നതാണ് എന്നെ. 1/2 മണിക്കൂറും 10 മിനിറ്റും ഉള്ള ഓപ്പറേഷൻ. അറിയാം, നിങ്ങൾക്ക് അറിയാം.
അതുപോലെ 1 മണി വഴി കയറി പോവാ. എന്റെ കുഞ്ഞിനെ ഒരുക്കി നിർത്ത് സ്കൂളിൽ കൊണ്ടുപോകാം. ഞാൻ നോക്കിയിരിക്കാം സ്കൂളിൽ കൊണ്ടുപോകാൻ. ഒരു ചെറിയ പിഴവ് അത് ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളാണ് തല്ലിക്കുഴച്ചത്. പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ ഈ യുവതി മരിച്ചതിന് പിന്നാലെ 5-ാം നാൾ മറ്റൊരു യുവതിയും ഗുരുതരാവസ്ഥയിലെത്തിയത് കൈനഗിരി സ്വദേശി അഞ്ജലിയാണ്. വീണ്ടും ശസ്ത്രക്രിയക്കിടെ ശ്വാസം കിട്ടാതായതായി അഞ്ജലി ന്യൂസ് 18നോട് പറഞ്ഞു. അനസ്തേഷ്യയിലെ പിഴവാണ് ഹൃദയ സംബന്ധമായ തകരാറുണ്ടാക്കിയെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. നമുക്കതിന് മുൻപ് ആരോഗ്യവകുപ്പിൻ്റെ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ പരാതിയുടെ ഗൗരവം ബോധ്യപ്പെട്ട മന്ത്രി ഇത് കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വെച്ചു. ആ മന്ത്രി വീണ ജോർജിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകണം. അതിനുശേഷം ഈ യുവതിയുടെ പരാതിയിലേക്കും അതിനാസ്പദമായ സംഭവത്തിലേക്കും പോകാം. മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ അന്വേഷണം നടത്തുന്നതിന് DHSന് നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ DHSന്റെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമെങ്കിൽ അത് നടത്തണം. അതായത് ആ അന്വേഷണം തന്നെ DHSലെ ഉദ്യോഗസ്ഥരല്ല, DMEയിലെ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ വിദഗ്ധരായിട്ടുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ആ അന്വേഷണം നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി അവർ പരിശോധിച്ചതിന് ശേഷമുള്ള ഫൈനൽ റിപ്പോർട്ടായിരിക്കും വകുപ്പിന് നൽകുക. അത് കൃത്യമായി തന്നെ പരിശോധിക്കും. വളരെ സങ്കടമുള്ളൊരു കാര്യമാണല്ലോ. കാരണം പ്രസവം നിർത്തുന്നതിന് വേണ്ടിയിട്ട് പോവുകയും അവിടെ മരണമടയുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ 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 ഷോക്കിംഗ് ആയിട്ടുള്ള വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണെന്നുള്ളത് കൃത്യമായി തന്നെ അത് പരിശോധിക്കും. അതുകൊണ്ടാണ് പരാതി ലഭ്യമാകുന്നതിന് മുൻപ് തന്നെ ഇതിന് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ അന്വേഷണം നടക്കുകയാണ്. ഇതിനിടെ കൈനഗിരി സ്വദേശി അഞ്ജലിക്ക് ജീവൻ തിരികെ കിട്ടിയത് എന്തോ ഒരു വലിയ മഹാഭാഗ്യം കൊണ്ടാണ്. ആ കുടുംബത്തിൻ്റെ ശസ്ത്രക്രിയക്കിടെയാണ് ശ്വാസം കിട്ടാതായി 10 ദിവസത്തോളം ഈ കുട്ടി അവിടെ കാർഡിയാക് ICUവിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ശ്രദ്ധേയ സാഹചര്യമായി അഞ്ജലിയും ഭർത്താവും സംസാരിച്ചു. നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം. ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയായ WNC സംബന്ധിച്ച് ഗുരുതരമായ പരാതികളാണ് ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കായി എത്തിയ പെൺകുട്ടി മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോവുകയും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തൊരു കുടുംബമാണ് നമ്മളോടിപ്പം ഇന്ന് ചേരുന്നത്. പേരൊന്ന് പറയുമോ? എൻ്റെ പേര് പ്രമോദ്. എന്തായിരുന്നു ഭാര്യയ്ക്ക് എന്തായിരുന്നു സംഭവിച്ചത്? സിസേറിയൻ, അതായത് ഫസ്റ്റ് രാവിലെ ഞങ്ങളെ കൊണ്ടുപോയി സിസേറിയൻ കഴിഞ്ഞെന്നാണ് ഒരു 10:02 കാണിക്കാൻ വന്നു. കൊച്ചിനെ എന്നെ കാണിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് വൈഫിനെ കാണിച്ചിട്ടില്ലായിരുന്നു എന്നെ. വൈഫിനെ അത് കഴിഞ്ഞ് ഒരു മണിയൊക്കെ ആയപ്പോൾ ഒരു ടെസ്റ്റിന് എഴുതി തന്നവർ. അപ്പോഴും നമ്മളെ കാണുന്നില്ല. എഴുതി തരികയും ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറഞ്ഞു. ഞങ്ങളിതിൻ്റെ റിസൾട്ട് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവരൊന്നും ഞങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഈ 10 മണിക്ക് ശേഷവും ഡെലിവറി കഴിഞ്ഞ് മണിക്കൂറുകളായിട്ട് നിങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല? ഇല്ല. എന്നെ അകത്തോട്ട് വിളിച്ചിട്ട് അനസ്തേഷ്യ ഡോക്ടറും സിസേറിയൻ ചെയ്ത ഡോക്ടറും കൂടി വിളിച്ചിട്ട് പറഞ്ഞു, ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ, ഹാർട്ട് ബീറ്റ്സ് ഭയങ്കര ഇങ്ങനെ കാണിക്കുന്നു, ജനറ്റിക്കായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ജനറ്റിക്കായിട്ട് യാതൊരു പ്രശ്നമില്ല, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്, യാതൊരുവിധ പ്രശ്നമില്ലാതാണ് പോയത്, ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവർ പിന്നീട് എൻ്റെ ഇടയ്ക്ക് ഒന്നും പറഞ്ഞില്ല. ഇതെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞ് നേരെ ICUയിലോട്ട് മാറ്റുന്നു. അത് കഴിഞ്ഞ് ഒരു 6, 6:30, 7 മണിയായപ്പം എൻ്റെ ഇടയ്ക്ക് ഒരു കാർഡിയാക് ഡോക്ടറിനെ കാണാൻ പറയുന്നു, ആനവാദിൻ്റെ അടുത്ത്. പേര് മോഹനൻ ഡോക്ടർ എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെ പോയി കാണുകയും അദ്ദേഹം നോക്കിയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, ചില പെണ്ണുങ്ങൾക്കുണ്ടാകുന്നതാണ് എന്ന് പറയുകയും ചെയ്തു. പുള്ളിയുടെ എക്സ്പീരിയൻസിൻ്റെ ആയിരിക്കാൻ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് ഡോക്ടർ, ഈ സിസേറിയൻ ചെയ്ത ഡോക്ടർ ഹോസ്പിറ്റലിൽ വരികയും വണ്ടാനത്തോട്ട് കൊണ്ടുപോകുന്നൊക്കെയോ അതായിരിക്കും അവിടെ ഇത്തിരി കൂടി നല്ലതാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്ഷേപമുണ്ടായ ആ മരണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസമാണ് എൻ്റെ വൈഫിൻ്റെ സിസേറിയൻ. അനസ്തേഷ്യയാണ് പ്രശ്നമെന്ന് നിങ്ങളും സംശയിക്കുന്നു? എനിക്ക് തീർച്ചയായിട്ടും, കാരണം അതുവരെ ഒരു കുഴപ്പമില്ലാഞ്ഞൊരു കുട്ടിക്ക് പിന്നെ മേടിച്ചെന്ന അനസ്തേഷ്യ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇത്രയും പ്രശ്നങ്ങളൊക്കെ പറയുന്നത്. ശ്വാസം ഡോക്ടർമാരുടെയും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പേഷ്യന്റ് ആളുകളോട് അവർ ഇതിനെയൊക്കെ വെറും ലാഘവത്തോടെ കാണുക. എല്ലാ ദിവസവും കാണുന്ന റെഗുലർ റൊട്ടീൻ പോണേ എനിക്ക് തോന്നിയത്. അവരിത് കണ്ട് ശീലിച്ച് ഇത് നേരെ വണ്ടാനത്തോട്ട് വിടുന്നു. ഇതുപോലെ തന്നെ ഞാൻ അവിടെ വണ്ടാനത്ത് 10 ദിവസം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന ഇത് WNC എന്ന് വന്ന കേസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഒരു 10 എണ്ണം പിന്നെ വന്നിട്ടുണ്ടാവും. ഈ അലംഭാവം അവിടെ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിച്ചു? എനിക്ക് തീർച്ചയായിട്ടും, കാരണം അവർ 3-4 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി. എങ്കിൽ അവർ വീണ്ടും ശ്രദ്ധ കാണിക്കുകയല്ലേ വേണ്ടത്. ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ വിഷയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നല്ലൊരു പ്രസ്ഥാനത്തെ ചീത്തയാക്കാൻ വളരെ കുറച്ച് സമയം മതി. ഇത്ര ആൾക്കാർ വിശ്വസിച്ച് അവിടെ ചെല്ലുന്നേ, അവർക്ക് അതിൻ്റെതായിട്ട് യാതൊരുവിധ
ഒരു എന്താ പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാത്ത പോലെ അവർ ബിഹേവ് ചെയ്യുന്നത് തന്നെ. ഈ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ഇട്ടതിനെ സംബന്ധിച്ചൊക്കെ വൈഫ് പറയുന്നു അത് വളരെ മോശമായിട്ടാണ്. എനിക്ക് തോന്നുന്ന ഒരു 7 സ്റ്റിച്ചൊക്കെയാണ് നോർമലി ഇടേണ്ടത്. 3-4 ഇട്ടിട്ടുള്ളൂ. അതുമല്ല നല്ലോണം അല്ലിട്ടിരിക്കുന്നത്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും നമുക്കത് ഇങ്ങനെ തുറന്നിരിക്കുന്നത്. ഇന്റൻസീവ് കെയർ യൂണിറ്റിലടക്കം കിടന്നതിന് ശേഷം 10 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് അവസാനമാണ് ഇപ്പോൾ അഞ്ജലി വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അഞ്ജലി വളരെ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണല്ലേ കടന്നുപോയത്? അതെ. എന്തായിരുന്നു ആ സിസേറിയൻ ചെയ്യുന്ന സമയത്ത് ഒരു അവസ്ഥ ഒന്ന് പറയുമോ? ശരിക്കും എനിക്ക് ശ്വാസം മുട്ടൽ ഫീൽ ചെയ്ത്. ഏത് സമയത്ത്? ആ സിസേറിയൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സവും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അനസ്തീഷ്യക്ക് ശേഷമാണോ ഈ പ്രശ്നം? അതെ, അനസ്തീഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ശ്വാസം മുട്ടൽ. സിസേറിയൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ശ്വാസം മുട്ടൽ ഉണ്ടായത്. കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞത് രാവിലെ 10 മണിയോടുകൂടി ശസ്ത്രക്രിയ കഴിയുന്നു, അതിനുശേഷം ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. ആ സമയത്ത് അകത്ത് എന്തായിരുന്നു നടന്നിരുന്നത്? അകത്ത് എനിക്ക് ശ്വാസം മുട്ടൽ ആദ്യം വന്നു കഴിഞ്ഞ് അവര് അകത്ത് തന്നെയായിരുന്നു എന്നെ കിടത്തിയത്. ഇവരെയൊന്നും എന്നെ കാണിക്കുന്നൊന്നുമില്ലായിരുന്നു. പാനിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അകത്ത്? അകത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു. അവരെന്താ ചെയ്തത്? അവര് എനിക്ക് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് അങ്ങനെ അതിനകത്ത് തന്നെ ഒബ്സർവേഷനിലായിട്ട് മാറ്റി അവിടെ കിടത്തിയിരിക്കുകയായിരുന്നു. ഒരു കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇവർ എന്നെ കാണിക്കുന്നത്. രാവിലെ 10 മണിക്ക് കഴിഞ്ഞ് 10:02 ആയപ്പോൾ കഴിഞ്ഞതായിരുന്നു എൻ്റെ സിസേറിയൻ. അത് കഴിഞ്ഞ് അവിടെ ഒബ്സർവേഷനിൽ കിടത്തി മാസ്ക് ഒക്കെ വെച്ച് തന്നെയാണ് കിടത്തിയിരുന്നത്. അഞ്ജലി എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നാ പറഞ്ഞ അവരോട്? എനിക്ക് ശ്വാസം മുട്ടലായിരുന്നു. പെട്ടെന്ന് എനിക്ക് ശ്വാസം നല്ലതായിട്ട് നമുക്ക് അറിയാൻ അവസ്ഥയിൽ തന്നെ ഇങ്ങനെ ബോധം പോകുന്ന അവസ്ഥയായിരുന്നു. ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു എനിക്ക് ശ്വാസം മുട്ടൽ പോലെയല്ല നല്ലതായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അന്ന് രാത്രിക്ക് വൈകുന്നേരം എനിക്ക് ചെറിയൊരു നെഞ്ചിന് ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പം ഗ്യാസ് ആണെന്നാണ് ആദ്യം തോന്നിയത്. പക്ഷെ അല്ല, ഗ്യാസ് അല്ലായിരുന്നു, ഈ നെഞ്ചിന്റെ ആ വേരിയേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞ് ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് വണ്ടാനത്തോട്ട് ചേഞ്ച് ചെയ്യാം. തീർച്ചയായിട്ടും വയ്യായിരുന്നു എനിക്ക്. അവിടെ ചെന്ന് നേരെ ഗൈനക്കിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് എക്കോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവരെന്നെ കാർഡിയാക്കിലോട്ട് മാറ്റി. അത് മാത്രമല്ലല്ലോ, ശസ്ത്രക്രിയക്ക് ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് സ്റ്റിച്ചിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. സ്റ്റിച്ചൊക്കെ അവർ ഭയങ്കര മോശമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് അതിന്റെ ഉണങ്ങിയിട്ടൊന്നുമില്ല. ദിവസമായിട്ട് നമുക്ക് ഇവിടെ വീട്ടിൽ ഞങ്ങൾ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ആളെ വരുത്തുന്നുണ്ടായിരുന്നു. ആരോഗ്യവകുപ്പ് വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയങ്ങൾ കാണണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം പരാതിക്കാർ ഒരാൾ മാത്രമല്ല, ഒന്നിലധികം കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നിരവധി കുട്ടികളെയും ഇത്തരത്തിൽ പ്രശ്നങ്ങളായി അവിടെ WNC ആശുപത്രിയിൽ നിന്നും റെഫർ ചെയ്യപ്പെട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആലപ്പുഴയിൽ പൊതുജനാരോഗ്യ രംഗത്ത് വളരെ കുറഞ്ഞ ആശുപത്രികൾ മാത്രമേ ഉള്ളൂ. സാധാരണക്കാരായ ആളുകൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ അലംഭാവം ഉണ്ടാകുന്നത്. അഞ്ജലിയുടെ കേസിലാണെങ്കിലും ആദ്യഘട്ടത്തിൽ മരണപ്പെട്ട പെൺകുട്ടിയുടെ കേസിലാണെങ്കിലും അറ്റൻഡ് ചെയ്ത ഡോക്ടർ ഒരാളാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. നമുക്കറിയാം ആരോഗ്യവകുപ്പ് ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കുന്നുണ്ട്. നേരത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ പരാതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ്. പക്ഷേ തുടർച്ചയായി ആരോപണങ്ങൾ ഈ ആശുപത്രിക്കെതിരെ ഉയരുന്നൊരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം ശരണ്യ, ആലപ്പുഴയിലെ സാഹചര്യം നമുക്കറിയാം. കാരണം ആലപ്പുഴ നഗരത്തിൽ സ്വകാര്യ ആശുപത്രികൾ, ഞാൻ ആദ്യത്തെ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എണ്ണം വളരെ കുറവാണ്. സർക്കാർ ആശുപത്രികളെ വിശ്വസിച്ചാണ് അവിടുത്തെ ജനങ്ങൾ താമസിക്കുന്നത്. പോപ്പുലേഷൻ കൂടിയ ഒരു സ്ഥലമാണ്, എല്ലാ വിഭാഗക്കാരുമുള്ള ഒരു സ്ഥലമാണ്. കാർഷിക മേഖലയുണ്ട്, വ്യാവസായിക മേഖലയുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് ആശ്രയമാകേണ്ട സർക്കാർ ആശുപത്രികൾ എന്ത് വിശ്വസിച്ചാണ് ഈ ആശുപത്രികളിലേക്ക് നമ്മൾ എത്തുക? ഡോക്ടർമാരുടെ കയ്യിലാണ് ജീവനുള്ളത്. ഈ ആദ്യത്തെ കുടുംബത്തിന് ജീവൻ നഷ്ടമാകുന്നു. കുടുംബത്തിൽ അച്ഛൻ്റെ കരച്ചിലൊക്കെ നമ്മൾ കണ്ടതാണ്. രണ്ടാമത്തെ കുട്ടി തലനാഴികയ്ക്കാണ് ശരണ്യ പറഞ്ഞതുപോലെ അതിൻ്റെ ജീവൻ തിരികെ കിട്ടിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അനുഭവിക്കേണ്ടതല്ല, അനുഭവിക്കുകയും ചെയ്തു. എന്താണ് മനസ്സിലാക്കേണ്ടത്? തുടർച്ചയായി ഈ ആശുപത്രിക്കെതിരെ ഇത്തരം പരാതികൾ വരുന്നതിൻ്റെ കാരണം എന്താകും?
രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന തീരദേശവും ഒപ്പം തന്നെ കാർഷിക മേഖലയും ഒക്കെ ഉൾക്കൊള്ളുന്ന സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. ആ ആലപ്പുഴ ജില്ലയിൽ തന്നെ ആലപ്പുഴ നഗരത്തിൽ എന്തെങ്കിലും ഒരു ആരോഗ്യപരമായ പ്രതിസന്ധി ഉണ്ടായാൽ ആശ്രയിക്കാൻ കഴിയുന്ന ആശുപത്രികൾ അത് സർക്കാർ ആശുപത്രികൾ മാത്രമാണ്. ഒന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ്, രണ്ട് ഈ വനിതാ ശിശു ആശുപത്രിയായ WNC. ഈ കടപ്പുറം ആശുപത്രി എന്നാണ് WNC അറിയപ്പെടുന്നത്. ഈ കടപ്പുറം ആശുപത്രിയിലാണ് സ്ത്രീകൾ, അതായത് പ്രസവ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ തന്നെയും ചികിത്സ തേടുകയും ഒപ്പം തന്നെ ശിശുരോഗ വിഭാഗത്തിനായുള്ള ആളുകൾ ആശ്രയിക്കുകയും ചെയ്യുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന ഈ ആശുപത്രിയിലേക്ക് വന്നു പോവുകയും ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം അത് വളരെ ഗുരുതരമായൊരു വിഷയമാണ്. അതായത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ, അതായത് ജനുവരി 19 ശേഷം ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ 2 പേർ അതീവ ഗുരുതര സാഹചര്യത്തിൽ ആ ആശുപത്രിയിൽ ചികിത്സ തേടിയ 2 പേർ എത്തുന്നു. 2 പേർക്കും ഹൃദയ സംബന്ധമായ പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ഒരാൾ മരണപ്പെട്ടു എന്നുള്ള അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആലപ്പുഴ ഉള്ളത്. അത്തരത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് കൈനഗിരി സ്വദേശിയായ അഞ്ജലി എന്ന യുവതിയാണ്. അഞ്ജലിക്ക് 30 വയസ്സാണ്. അഞ്ജലിയുടെ 2ാമത്തെ സിസേറിയൻ ശസ്ത്രക്രിയയ്ക്കായാണ് ആശുപത്രിയിൽ എത്തുന്നത്. അതായത് കഴിഞ്ഞ 19-ന് ആശ എന്ന ഫാർമസിസ്റ്റ്, 31-കാരിയായ ആശ എന്ന ഫാർമസിസ്റ്റ് അവിടെ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് സ്വതവേ ഗുരുതരമല്ല എന്ന് പറയുന്ന സാധാരണ രീതിയിൽ ചെയ്യുന്ന പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ യുവതി അവിടെ ഇതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ടായി മരണപ്പെട്ടിരുന്നു. അതിൽ നിന്നും വെറും 5 ദിവസത്തെ വ്യത്യാസത്തിൽ അടുത്ത 5 ദിവസത്തിനുള്ളിൽ അടുത്ത ഗുരുതരമായ കേസ് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 2ാമത്തെ കേസിലെ ആളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അഞ്ജലിക്ക് ഉണ്ടായത് ഗുരുതരമായ ഹൃദയ സംബന്ധമായ പ്രശ്നമായിരുന്നു. 10 ദിവസം കാർഡിയക് ICUവിൽ കിടന്നതിന് ശേഷം മാത്രമാണ് കുട്ടിയെ പോലും കാണാനായി അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ കിടന്ന കിടപ്പിൽ തന്നെ അത്ര ഗുരുതരമായ സാഹചര്യത്തിൽ അഞ്ജലി കടന്നുപോയി എന്നുള്ളതാണ്. ECGയിൽ തന്നെ വലിയ വേരിയേഷൻ ഉണ്ടായിരുന്നു. അവരും പറയുന്നത് അനസ്തേഷ്യയ്ക്ക് ശേഷമാണ് ഈ കോംപ്ലിക്കേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ആശയുടെ കുടുംബമാണ്. 19-ന് ഒരു സാധാരണ ശസ്ത്രക്രിയയായ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് എത്തി മരണം, അതായത് ഒരു അമ്മയെ നഷ്ടപ്പെട്ട 2 കുഞ്ഞുങ്ങൾ ഈ വീട്ടിലുണ്ട്. അവരുടെ രക്ഷകർത്താക്കളുണ്ട്. എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാതെ മരണം കവർന്നെടുത്ത ആശയുടെ കുടുംബത്തോടൊപ്പമാണ് ചേരുന്നത്. ആശ, ഇപ്പോൾ അടുത്തൊരു കേസ് കൂടി വന്നിരിക്കുന്നു. ആശയുടെ സംഭവത്തിന് ശേഷം 2 ദിവസത്തെ വ്യത്യാസത്തിലാണ് 5 ദിവസത്തെ വ്യത്യാസത്തിലാണ് അഞ്ജലി എന്ന കുട്ടിക്കും ഈ അനസ്തീഷ്യ പ്രോബ്ലം ഉണ്ടായതെന്ന് പറയുന്നു. എന്താണ് പറയാനുള്ളത്? WNC ഹോസ്പിറ്റലിൽ ചെന്ന് നിസ്സാര ഒരു ഓപ്പറേഷന് വേണ്ടി പോയതാണ്. അവിടുത്തെ അനസ്തേഷ്യയിൽ തന്നെയാണ് പ്രശ്നങ്ങളുള്ളത്. വീണ്ടും വരുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കുക, എൻ്റെ മോക്ക് വന്നത് അനസ്തേഷ്യയിൽ വന്ന സംഭവം തന്നെയാണെന്ന് ഞാൻ തീർത്ത് പറയുകയാണ്. അവിടെ നിസ്സാരമായിട്ട് ഒരു 9 മണിയാകുമ്പം തിയേറ്ററിനകത്തോട്ട് കയറ്റി അനസ്തേഷ്യ ഡോക്ടർ വന്നു അനസ്തേഷ്യ ചെയ്തു. അതിനുശേഷം നമുക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല. അതിനുശേഷം അത് ചെയ്യുന്ന ഡോക്ടർ, കുട്ടപ്പൻ ഡോക്ടറും ഓപ്പറേഷന് വേണ്ടി അകത്തോട്ട് കയറി. അദ്ദേഹമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അന്ന് 5 പേര് ഓപ്പറേഷൻ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ആ 5 പേര് നോക്കിയപ്പോൾ 4 പേരും ഇല്ല, ഒരാളേ ഉള്ളൂ. അത് നമുക്ക് ചെയ്യുന്ന ഡോക്ടർ അല്ലാത്തതിനാലാണ് അവരെന്തോ അസൗകര്യം പറഞ്ഞ് പോയെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നിമിഷ നേരം കൊണ്ടോ 9:15 എന്തോ 5-8 ഡോക്ടർമാർ നടന്നു പോകുന്നു. എൻ്റെ അനിയൻ്റെ ഭാര്യ സിന്ധുവാണ് കൂടെ ഉണ്ടായിരുന്നത്. അവൾ ചോദിച്ചു, എന്താ ഡോക്ടറെ, എന്താ എൻ്റെ മോക്ക് ഉണ്ടായിരുന്നു? അപ്പോൾ ഷടയെന്ന് ഇവരെ കാണുമ്പോൾ ഡോക്ടർ നടന്നു പോവുക, അല്ലാത്തപ്പോൾ ഓടിക്കയറുക. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ചെന്നപ്പോഴാണ് ഇവളുടെ കാര്യം അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇവൾക്ക് അത് ഓപ്പറേഷൻ തിയേറ്റർ തുറന്ന് അകത്തോട്ട് ചെല്ലുമ്പോൾ എന്താണ് അവൾ പറയുക, അതിനകം കണ്ടാൽ തന്നെ നമുക്ക് പേടി വരും. അതുപോലുള്ള അവസ്ഥയായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത്. നോക്കി അവൾ ബ്ലഡ് കുളിച്ച് കിടക്കുകയാണ്. എൻ്റെ മോക്ക് എന്ത് പറ്റിയെന്നും പറഞ്ഞ് അവൾ കിടന്ന കൂവുകയാണ് ഉണ്ടായത്. ആ കൂവിയപ്പോൾ അവിടെയുള്ള പേഷ്യൻറ്റും ആളുകൾ എഴുന്നേറ്റ് നടക്കാവുന്നവരെല്ലാവരും ഇതിൻ്റെ ചുറ്റും കൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവൾ പറഞ്ഞു, ആംബുലൻസ് വിളിക്കുക, നമുക്ക് എവിടെയെങ്കിലും പുറത്തോട്ട് കൊണ്ടുപോകാം, അമൃതയിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ നെഞ്ചിന് CPR കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പുറത്തോട്ട് വന്ന് ഒരു ആംബുലൻസ് വിളിച്ചു. എന്താ അതിനകത്ത് ഒരു വകയില്ലാത്ത ഒരു ആംബുലൻസ്, ഒരു ഫെസിലിറ്റിയും ഇല്ലാത്തൊരു ആംബുലൻസ്. ഉടനെ 2ാമത്തെ ആംബുലൻസ് വിളി. അതിനകത്ത് അപ്പോഴത്തെ സമയം എത്ര പോയി, 1 മണിക്കൂറിനകം പിന്നിട്ട് കഴിഞ്ഞു. ഈ 1 മണിക്കൂറിനകം എൻ്റെ മോളെ അവരെന്തൊക്കെ ചെയ്തെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അവിടുന്ന് ഉടനെ തന്നെ ആംബുലൻസ് വിട്ടു മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകണം, വേറെ അങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റും, ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു. എന്താണ് ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ, അത് ഞങ്ങളോട് അറിയണ്ടേ. അവിടുന്ന് ആംബുലൻസ് പോയപ്പോൾ എന്താണ്, എനിക്ക് തോന്നുന്നു 10 കിലോമീറ്റർ പോലും വേഗത്തിലല്ല ആ ആംബുലൻസ് പുറപ്പെട്ടത് അവിടുന്ന്. അപ്പോൾ ഇവർ ചോദിക്കുന്നു, ഇതാണ് ഒരു ആംബുലൻസ്, ഇതിന് വേഗതയില്ലേ എന്ന് ചോദിച്ചു. അവരെന്നിട്ടും ആ സ്പീഡ് കൂടെ. അപ്പോൾ അവിടെ ചെല്ലും എന്ത് സമയമായി കാണും, എത്ര സമയം വ്യത്യാസം വന്നു? 1.25 മണിക്കൂറത്തെ വ്യത്യാസങ്ങൾ വന്നു അവിടെ എത്താനായിട്ട്. അവിടെ ചെന്നിട്ട് ഒരു കാഷ്വാലിറ്റിയോട്ടാണ് കയറ്റുന്നത്.
അവിടെ ചെന്ന് ഡോറടച്ചു. ഈ CPR എന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. അവിടുന്ന് ഒരു ഡോക്ടറിൻ്റെ ഒക്കെ വന്നിട്ട് പറഞ്ഞു, ആരാ? നമ്മൾ അച്ഛനാ, നമുക്കൊക്കെ എല്ലാം ചെയ്യാം, പക്ഷേ കുട്ടി പോയി കേട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും നെഞ്ചത്തിട്ടിടിച്ച് നിലവിളിച്ചപ്പോഴത്തേക്ക് ആൾക്കാർ കൂടിയപ്പോൾ പെട്ടെന്ന് ഡോക്ടർ അകത്തുനിന്ന് വരികയാണ്, ഹൃദയമിടിപ്പുണ്ടെന്ന്. അവർ ഹൃദയമിടിപ്പുണ്ടെന്ന് പറഞ്ഞു. ഈ മരിച്ചുപോയ ഒരാൾക്ക് എങ്ങനെ ഹൃദയമിടിപ്പ് വരും? ബ്രെയിൻ ഡെത്ത് എന്നാണ് പറഞ്ഞത്. ആ ബ്രെയിൻ ഡെത്ത് വന്ന ആ രോഗിക്ക് എങ്ങനെ ഹാർട്ട് ഇടിക്കും? ഉടൻ തന്നെ ഒരു ഫെസിലിറ്റിയും കുറഞ്ഞ ഫെസിലിറ്റിയുള്ള 8ാം വാർഡിലെ ICUയിലോട്ടാണ് പ്രവേശിച്ചത്. ആരെയും പ്രവേശിപ്പിക്കത്തില്ല ആരെയും. എന്നാൽ അതിനകത്ത് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഒരാൾ കൂടെയുണ്ട്. ആശയുടെ കൂടെ ആരെയും നിർത്തിയില്ല. അത് തന്നെ ഞങ്ങൾക്ക് സംശയത്തിനിടവരുത്തി. ഞാനും അകത്തേക്ക് കാണുമ്പോൾ അന്നേരവും ബ്ലഡിലാണ് കിടക്കുന്നത്, ഡ്രസ്സിനെല്ലാം ബ്ലഡ്. ഞാൻ ചോദിച്ചു, ഈ ബ്ലഡ് എങ്ങനെ പറ്റി ഡോക്ടറെ? അത് അവിടുന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തു. ബേസിൽ കൊണ്ടിടുമല്ലോ. അപ്പോഴത്തേക്ക് അവളെ ഈ WNC താക്കോൽ ദ്വാര ശസ്ത്രക്രിയയായിരുന്നു. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയായിരുന്നു. ആശയുടെ സഹോദരി നമ്മളോടൊപ്പം ഉണ്ട്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയായിരുന്നു. പിന്നെ ഇത്രയും ബ്ലഡ്, അതാണ് ഞങ്ങൾ ചോദിച്ചത്. ഒരു കീ ഹോൾ സർജറിക്ക് ഇത്രയും ബ്ലഡ് വരേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചിലപ്പം ഇവിടെ ഈ കീ ഹോൾ ചെയ്ത സമയത്ത് അവർ സ്യൂച്ചർ ഇട്ട് കാണോ ഇല്ലയോ, അത് ചുമ്മാ ഒട്ടിച്ച് വിട്ടതാണോ എന്നറിയത്തില്ല. അപ്പോൾ CPR കൊടുത്ത വഴി ഇതിലേക്കൂടെ ബ്ലഡ് പമ്പ് ചെയ്ത് അങ്ങനെ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയാണെന്നാണ് അവർ പറഞ്ഞത്. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. എന്തായിരിക്കും സഹോദരിക്ക് സംഭവിച്ചെന്നാണ് കരുതുന്നത്? നമുക്കറിയാം, ഉറപ്പായിട്ടും അനസ്തേഷ്യയുടെ പ്രശ്നം തന്നെയാണ്. എന്നിട്ട് ഇവരിപ്പോൾ പറയുന്നത് ജനിതകപരമായി, അവിടെ വരുന്നവരൊക്കെ ഇവർ പറയുന്നത് ജനിതകപരമായിട്ടുള്ള അസുഖമാണ്, അതാണ് മരണ കാരണം. കാർഡിയാക് അറസ്റ്റ് പെട്ടെന്ന് വന്നു. അതൊന്നുമല്ല, നോർമലായിട്ടൊരു പേഷ്യൻ്റ് ഒരിക്കലും കാർഡിയാക് അറസ്റ്റ് വരത്തില്ല. ഇവർ കൊടുത്ത മെഡിസിൻസിൻ്റെ പാർശ്വഫലങ്ങൾ എന്തോ ഈ ഡ്രഗ്സ് എല്ലാം കൂടെ ഇൻറ്ററാക്ട് ചെയ്ത് പെട്ടെന്ന് ഓക്സിജൻ നിലച്ചു, അങ്ങനെ വന്നതാണ് കാർഡിയാക് അറസ്റ്റ്. അല്ലാതെ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് എന്താണെങ്കിലും വരത്തില്ല. അത് തന്നെ ഇവർ പറയുന്നതിനകത്ത് നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വേറൊരു പോസ്റ്റ്മോർട്ടം സർജനെ വെക്കണം. അതാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ. അതാണ് കാരണം, ഒരു പിഴവ് കൊണ്ട്, ഒഴിവാക്കാമായിരുന്ന പിഴവ് കൊണ്ട് ആ കുഞ്ഞിന്, ആ സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ആ കുടുംബം അനാഥമാകുന്നു. എത്ര നാൾ കഴിഞ്ഞാലും ആ ഒരു പ്രയാസത്തിൽ നിന്ന് ആ കുടുംബം മോചിതമാവുകയുമില്ല. അപ്പോഴും ഡോക്ടർമാർക്ക് ഒരുപാട് ന്യായങ്ങളുണ്ട്. ഹൃദയ സംബന്ധമായ തകരാർ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ആ തരത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കും. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല. ഒപ്പം 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇല്ലാതാകുമായിരുന്നില്ല. ആ അച്ഛൻ്റെ കരച്ചിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഹൃദയവേദനയാണ്. കാരണം ഒരിക്കലും മനഃപൂർവ്വമല്ലാത്ത കാരണത്താൽ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ശരണ്യയിലേക്ക് വരണം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ന്യൂസ് ട്രെൻഡ്സ് പ്രേക്ഷകർക്കായി പങ്കുവെക്കുകയും ചെയ്യും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ആലപ്പുഴയിലെ പ്രശസ്തമായ, ഇപ്പോൾ കുപ്രസിദ്ധമായ കടപ്പുറം ആശുപത്രിയെക്കുറിച്ചാണ് പരാതികൾ ഇങ്ങനെ ഉയർന്നു വരുന്നത്. കാരണം തുടർച്ചയായി 2ാമത്തെ വിഷയമാണ് 5 ദിവസത്തിനുള്ളിൽ അവിടെ സംഭവിക്കുന്നത്. 19-ാം തീയതി വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെടുന്നു. ഇപ്പോൾ മറ്റൊരു പെൺകുട്ടി 10 ദിവസമാണ് അവിടുത്തെ കാർഡിയാക് ICUവിൽ കിടന്ന് നരകിച്ചത്, ജീവന് വേണ്ടി മല്ലിട്ടത് എന്നുള്ളതാണ്. നിരവധിയായ പരാതികൾ ഈ കടപ്പുറം ആശുപത്രിക്കെതിരെയുണ്ട്. ഓരോ ദിവസവും വരും ദിവസങ്ങളിലുമൊക്കെ നമ്മളതിൻ്റെ ഫോളോ അപ്സായി പ്രേക്ഷകരിലേക്ക് ന്യൂസ് ട്രെൻഡ്സിലൂടെ തന്നെ നമ്മൾ ഈ വിഷയങ്ങൾ പങ്കുവെക്കും. ഷിജു വിശ്വനാഥ് എന്ന ഒരാൾ കൂടിയുണ്ട്. ഷിജു, ഞങ്ങൾ ഈ 2 പേരുടെ ദുരവസ്ഥ പങ്കുവെക്കുകയായിരുന്നു ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, കടപ്പുറം ആശുപത്രി ഒരുപാട് പേർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. നഗരത്തിലെ നമുക്കറിയാം വിവിധ വിഭാഗങ്ങളിലുള്ള സാധാരണക്കാരായ ആൾക്കാർക്കൊക്കെ ആശ്രയമാണ്. പക്ഷേ ആശ്രയിക്കാൻ സാധിക്കാത്ത ഒരു ആശുപത്രിയായി മാറുന്നുണ്ടോ? എന്താണ് ഷിജുവിൻ്റെ അനുഭവം? സാർ, എൻ്റെ മോള് 4 മാസം പ്രഗ്നന്റ് ആയിട്ട് കഴിഞ്ഞ 22-ാം തീയതി ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നാണ്, വൈകിട്ട് അവിടെ ചെന്നാണ്. അപ്പോൾ ഈ കാഷ്വാലിറ്റിയിൽ ചെന്ന് അവിടുന്ന് ഒരു 200 മീറ്റർ ദൂരമാണ് ലേബർ റൂമിലേക്കുള്ളത്. അപ്പം നമ്മളോട് അവർ പറഞ്ഞത് നമ്മൾ വന്ന വണ്ടിയിൽ തന്നെ ഈ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ദൂരം എന്ന് പറഞ്ഞാൽ കുണ്ടുംകുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതിനു മുൻപ് വരെ പുൽത്തകടിയും കാമാനങ്ങളും പൂന്തോട്ടങ്ങളൊക്കെ ആയിട്ട് മനോഹരമായ ഒരു വഴിയാണ്. ഈ ലേബർ റൂമിലേക്ക് പോകുന്ന ഈ 200 മീറ്റർ കുണ്ടുംകുഴി എന്ന് പറഞ്ഞ വഴിയാണ്. പക്ഷെ അവിടുന്ന് ഈ കാഷ്വാലിറ്റിയിൽ നിന്ന് ലേബർ റൂമിലേക്ക് പോകാണ്ട് റാമ്പും ട്രോളിയും സ്ട്രക്ചറും വീൽ ചെയറും എല്ലാ സംവിധാനങ്ങളും, പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാതെ ഒരു മൂലയ്ക്കായിട്ട് മാറിയിട്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ ബ്ലീഡിംഗ് ആയിട്ട് വന്ന കുട്ടിക്ക് സ്കാൻ ചെയ്യണം. ഇത്രയും പ്രസവം നടക്കുന്ന ഇത്രയും വലിയൊരു ആശുപത്രിയിൽ സ്കാനിങ് സംവിധാനം ഇല്ല. നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാമെന്ന് പറഞ്ഞത് അവിടെ സ്കാനിങ് മെഷീൻ ഉണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ ആരും ഇല്ലെന്നാണ് പറയുന്നത്.
അപ്പൊ നമ്മൾ 12 കിലോമീറ്റർ അപ്പുറമുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്യാനാണ് പറഞ്ഞത്. ഈ ബെഡ് റെസ്റ്റ് പറഞ്ഞ് ബ്ലീഡിംഗ് ആയിട്ട് വന്ന കുട്ടിയെ അവിടെ കൊണ്ടുപോയി തിരിച്ചു വന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അത് പിറ്റേ ദിവസം നമ്മൾ ഇതിനെ പുറത്ത് കൊണ്ടുപോയി സ്കാൻ ചെയ്യേണ്ട ഒരവസ്ഥയുണ്ടായി. അപ്പൊ അവിടുത്തെ ഒരു സ്കാനിങ് മെഷീൻ ഇല്ലാത്തതും അവിടെ ഉള്ള നിലവിലുള്ള സൗകര്യങ്ങൾ. പിന്നെ അവിടെ തന്നെ ചികിത്സ തുടർന്നോ ഷിജു? കാരണം നമുക്കറിയാം ആലപ്പുഴയിലെ വേറെ നിവൃത്തിയില്ല, അതാണ് സ്വകാര്യ ആശുപത്രികളില്ല, നമുക്ക് പിന്നെ വലിയ പണച്ചെലവൊക്കെ ഉണ്ടാകുന്ന ശസ്ത്രക്രിയയാണ്, സ്വാഭാവികമാണ്. ഷിജു അവിടെ തന്നെ മകളെ ചികിത്സിച്ചല്ലേ? അതേ മാർഗമുള്ളൂ സാർ. എന്നെ പോലെ സാധാരണക്കാരനെ മറ്റൊരു പ്രൈവറ്റ് ആശുപത്രിയെ ആശ്രയിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതേ മാർഗമുള്ളൂ. അതുകൊണ്ട് അവിടെ തന്നെ തുടരുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും നമുക്ക് അവിടെ ഒരുപാട് ബുദ്ധിമുട്ട്. നമ്മൾ എങ്ങനെയെങ്കിലും സമ്മർദ്ദം ചെലുത്തി നമ്മൾ എന്തെങ്കിലും ഒരു നിവൃത്തിയുള്ളവരാണെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുക അവിടെ ചെയ്യുന്നത്. നമ്മൾ കയറുന്ന അവിടുന്ന് സെക്യൂരിറ്റി മുതൽ അങ്ങോട്ട് നമ്മളെ അവിടെ നമുക്ക് നിൽക്കാം. ഒരു പേഷ്യനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ വിവരം അറിയുന്നവരെ നിൽക്കാൻ പറ്റത്തില്ല, അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അവിടെ നിൽക്കാൻ പറ്റത്തില്ല, വണ്ടി പാർക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ കർശനമായി ജയിലിൽ കയറുന്ന ഒരു അവസ്ഥയാണ് അവിടെ. ഒരു സർക്കാർ ആശുപത്രി എന്ന് പറയുമ്പോൾ ഒരു ജയിലിലേക്ക് നമുക്ക് കിട്ടുന്ന ഒരു നല്ല ഡോക്ടർമാരുണ്ട്, എല്ലാം നല്ല ഡോക്ടർമാരാണ്, വിദഗ്ധരായ ഡോക്ടർമാരാണ്, എല്ലാ സൗകര്യങ്ങളും ഭയങ്കരமான സൗകര്യങ്ങളുണ്ട്. എനിക്ക് സാറിന് അറിയാൻ പറ്റില്ല, അതിന്റെ ദൃശ്യങ്ങളിൽ കാണാം. അതിന്റെ 1942 ബിൽഡിംഗ്, അത്രയും പഴക്കമുള്ള. ഇവിടുത്തെ ആലപ്പുഴയെ സംബന്ധിച്ചുള്ള ആലപ്പുഴയിലെ 3 ജനപ്രതിനിധികൾ, AM ആരിഫ് MP, PP ചിത്തരഞ്ജൻ MLA, H സലാം, ഈ 3 പേരും ജനിച്ചത് ഈ ആശുപത്രിയിലാണ്. അതുപോലെ ആലപ്പുഴയിലെ നിരവധി ആൾക്കാർ ജനിച്ച അന്വേഷിക്കും, പരിഹാരം കണ്ടെത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മന്ത്രിക്ക് ഈ ഷിജു പറഞ്ഞ പല പ്രശ്നങ്ങളും മന്ത്രി ശ്രദ്ധയിൽ ഇല്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം വന്നപ്പോ ഈ മരിച്ച പെൺകുട്ടിയുടെ പരാതി അത് അന്വേഷിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും അങ്ങോട്ടേക്കൊരു ഇപ്പൊ മരിച്ച പെൺകുട്ടിയുടെ വിഷയം എനിക്കറിയാവുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി മരിച്ച പെൺകുട്ടിയുടെ വിഷയത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളും അവിടെ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ആ ആശുപത്രിയുടെ സൽപ്പേരിനെ ഇല്ലാതാക്കുക ചെയ്യുന്നത്. അവിടെ അത്തരം പ്രശ്നങ്ങൾ, നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടർമാർ തന്നെ എമർജൻസി ആയിട്ട് ചെല്ലുമ്പോൾ അവര് റിസ്ക് എടുക്കാൻ തയ്യാറാത്തില്ല. അവർ ഉടനെ റെഫർ ചെയ്ത്. ഡോക്ടർമാരെ കുറിച്ച് പരാതി ഉണ്ടോ ഷിജു? ഡോക്ടർമാരുടെ കാര്യക്ഷമത എങ്ങനെയുണ്ട്? ഡോക്ടർമാര് നല്ല ഡോക്ടർമാരും വളരെ വിദഗ്ധരായ ഡോക്ടർമാരാണ്. പക്ഷെ അവിടെ ഈ ഓരോന്നിനും ഫീസ് ഉണ്ട്, നിരക്കുണ്ട്. ഇത്ര ഓപ്പറേഷൻ ഇത്ര, അനസ്തേഷ്യക്ക് ഇത്ര, പിന്നെ മറ്റേതിന് ഇത്ര എന്നുള്ള നിരക്കുകളുണ്ട്. അതുവരെ ഇടക്കാലത്ത് നിന്നുപോയതാണ്. അപ്പൊ വീണ്ടും അതിപ്പോ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായില്ല. എന്റെ 4 വർഷത്തിന് മുമ്പ് എന്റെ മൂത്ത മോളെ പ്രസവത്തിന് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇങ്ങനെ പൈസ കണക്ക് പറഞ്ഞ് മേടിച്ചേട്ടാ. ശരി ഷിജു, അദ്ദേഹം അവിടുത്തെ ഒരു പരാതിക്കാരൻ അതിന്റെ മകളുടെ ഒരു ദുരനുഭവമാണ് പങ്കുവച്ചത്. കാരണം സൗകര്യങ്ങളേറെയുണ്ട്, പക്ഷേ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അത് ആരുടെ അനാസ്ഥയാണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷിക്കേണ്ട ആൾ ശരണ്യ തന്നെയാണ്. ശരണ്യ വരും ദിവസങ്ങളിൽ കൃത്യമായി തന്നെ അതിന്റെ ഫോളോ അപ്സ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജീവൻ പന്താടുന്ന ഒരു ആശുപത്രിയിൽ സാധാരണക്കാരായ ഷിജുവിനെ പോലെയൊക്കെയുള്ള ആളുകൾ അവർക്ക് വലിയ പണം കൊടുത്ത് സ്വകാര്യ ആശുപത്രികളെ കുറച്ച് ദൂരമൊക്കെ യാത്ര ചെയ്താൽ കിട്ടും, അതിനുള്ള സാഹചര്യമില്ല. അവർക്കൊക്കെ ആശ്രയമാകേണ്ടതാണ് ശരണ്യ. നമുക്ക് ഈ കേൾക്കുമ്പോൾ വല്ലാത്തൊരു മാനസിക വിഷമം ഉണ്ടാകുന്നുണ്ട്, ഇങ്ങനെ തുടർച്ചയായ സംഭവങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ആതുരാലയത്തെ വേണ്ട വിധം നമ്മുടെ ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കാത്തത്? മന്ത്രി കഴിഞ്ഞ ദിവസം അവിടെ വന്നിരുന്നല്ലോ. പക്ഷേ മന്ത്രി ഈ പരാതി അന്വേഷിക്കുമെന്ന് പറയുന്നതിനപ്പുറം ഇപ്പോൾ ഷിജുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞ പരാതികൾക്കൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള യാതൊരു നിലപാട് സ്വീകരിക്കുകയോ നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല. ശരണ്യ, രഞ്ജിത്ത്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തന്നെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്തൊരു വിഷയമാണ്. അതായത് ജനറൽ ആശുപത്രിയിൽ ബയോപ്സി ചികിത്സക്കായി എത്തിയ സ്ത്രീക്ക് ഗുരുതരമായ ആസിഡ് ഉപയോഗത്തിൽ പൊള്ളലേറ്റ സംഭവം. അതിൽ അസറ്റിക് ആസിഡാണ് അത്തരത്തിലൊരു പൊള്ളലേറ്റത് എന്നുള്ള പരാതിയുമായി ആ സ്ത്രീ അനുഭവിച്ചത് ചെറിയ പീഡനമൊന്നുമല്ല. അത്രയും ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോകും, യൂട്രസ് പൂർണ്ണമായി പൊള്ളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. എന്നിട്ടും ഇതിനകത്ത് പിന്നീട് ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചതല്ലാതെ മറ്റ് തുടർ നടപടികൾ, അതായത് പരാതിക്കാരായ വ്യക്തികൾക്ക് പോലും എന്താണ് അന്വേഷണ റിപ്പോർട്ട് എന്ന് കിട്ടാത്ത രീതിയിൽ ഇവർ മറച്ചു വെച്ചാണ് എല്ലാ കാര്യങ്ങളെയും കൊണ്ടുപോകുന്നത്. ഈ കേസിലാണെങ്കിൽ പോലും, അതായത് ആശയുടെ കേസിലാണെങ്കിൽ പോലും ആരോഗ്യവകുപ്പ് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടാകും. ഇനി എന്താണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, പോലീസിൽ പരാതിയുമായി ഒരു കുടുംബം ചെന്നു കഴിഞ്ഞാൽ അവരോട് പറയുന്നത് ഇത് മെഡിക്കൽ ബോർഡാണ് ഇതിനകത്ത് തീരുമാനം എടുക്കുന്നത്, അതിനുശേഷം മാത്രമേ മറ്റ് തുടർ നടപടികളിലേക്ക് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞ് പോലീസ് കൈയൊഴിയുകയാണ് ചെയ്യുന്നത്. പിന്നീട് മെഡിക്കൽ ബോർഡിന്റെ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഏത് കേസിലാണ്, വളരെ വിരളമായ കേസുകൾ ഒഴികെ സാധാരണക്കാരായ മനുഷ്യർ, അതായത് നമ്മുടെ മാധ്യമങ്ങളിലടക്കം വന്ന വലിയ സംഭവമായ കേസുകൾ ഒഴികെ അതിൽ പോലും പൂർണ്ണമായൊരു നീതി കിട്ടാറില്ല. സാധാരണക്കാരായ മനുഷ്യർ നൽകുന്ന ഒരു പരാതിയിൽ മേലും മെഡിക്കൽ ബോർഡ് ഇന്ന് വരെ ഡോക്ടർമാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ നിരന്തരം ഈ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും ആ സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നമുക്ക് ആശയുടെ അച്ഛനോട് തന്നെ ചോദിക്കാം, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾക്ക് FIR തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ FIR കൊടുത്തു. FIR കൊടുത്തിട്ട് ആദ്യം എവിടെയാണ് ചെന്നത്? ആദ്യം അമ്പലപ്പുഴ സ്റ്റേഷനിലാണ് ചെല്ലുന്നത്. അപ്പോൾ അമ്പലപ്പുഴ സ്റ്റേഷനിൽ ചെന്നപ്പോൾ സ്റ്റേഷനിലെ സാറ് പറഞ്ഞു, ഇത് സൗത്തിലെ കേസാണല്ലോ,
ഇങ്ങോട്ട് എന്തിനാ ഇനി ഞങ്ങളിത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു മകൾ മരിച്ച അച്ഛനോടാണ് പറയുന്നത്. അവർക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലാണല്ലേ ആദ്യമേ അതെ അതെ. അത് കഴിഞ്ഞ് അമ്പലപ്പുഴ സ്റ്റേഷനിൽ അവിടെ ഞങ്ങൾ റിപ്പോർട്ട് FIR ഒക്കെ കൊടുത്തതിന് ശേഷം പറഞ്ഞു ഇത് ഞങ്ങൾ അങ്ങോട്ട് അയച്ചേക്കാം, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇങ്ങ് പോരുകയാണ് ചെയ്തത്. അതിനുശേഷം വളരെ ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇത് സൗത്തിലോട്ട് മാറിയിട്ടുള്ളത്. അതുവരെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ഇവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തത്. അതിനിടയ്ക്കാണ് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ജോലിയും ചെയ്യുന്നില്ല. ഇതിനെപ്പറ്റി ഒരു നിയമ നടപടിക്ക് പോലും അവർ തയ്യാറായിട്ടില്ല. ഈ ഡോക്ടർമാർക്കെതിരെയോ മറ്റാർക്കെങ്കിലും ഒരു നിയമ നടപടിക്ക് പോലും അവർ തയ്യാറായിട്ടില്ല. അതെന്താ തയ്യാറാകാത്തതെന്ന് നമുക്കറിയാൻ പാടില്ല. ഇതിനകത്ത് കൊത്തുകളി ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ താമസിക്കുക. എന്ത് ചെയ്യുന്നാലും തരത്തില്ല. നമ്മുടെ മകൾ മരിച്ചല്ലോ, അതിൽ അവർക്ക് ചെയ്ത എന്ത് മരുന്നുകളൊക്കെയാണ് കൊടുത്തത്, ആ കേസ് ഷീറ്റ് വരെ അവർ കൊണ്ടുപോയിട്ട് ഇന്ന് വരെ നമുക്ക് തന്നിട്ടില്ല. ഒന്നും തന്നിട്ടില്ല. അത് ചോദിച്ചവൻ പറയുന്നത് എന്താണ്, വനിതാ മുഖാന്തരം ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ തരത്തുള്ളൂ, വിവരാവശ്യം. അങ്ങനെ ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അവിടെയാണ് 25-28 ദിവസം കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. അതുവരെ നമ്മളിനി കാത്തിരിക്കണം. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കണമെങ്കിൽ എല്ലാവരും ചോദിക്കും സർട്ടിഫിക്കറ്റുകളൊക്കെ എവിടെ, അതൊക്കെ കാണിക്കാം. അപ്പം നമ്മുടെ കയ്യിലൊന്നുമില്ല. ഇവർ മനഃപൂർവ്വം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ വെച്ച് ഒരു കാര്യത്തിനും അവർ ഇറങ്ങിത്തിരിക്കുന്നില്ല. അവരെന്തിനാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പോലും ഞങ്ങൾ സംശയിക്കുകയാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാതാക്കരുത്. ഇന്ന് ഈ ഹോസ്പിറ്റൽ അടച്ചിടരുത്. ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഇവർ വീണ്ടും തുറന്ന് മറ്റുള്ളവരെ കൊല്ലുകയാണ്. ഇവർ മനഃപൂർവ്വം കൊല്ലുക. ഓരോ മരുന്ന് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യാതെ. ആ കിടക്കുന്നവർക്ക് അറിയാൻ പറ്റുമോ, കൂടെ ചെല്ലുന്നവർക്ക് അറിയാൻ പറ്റുമോ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ അവരങ്ങനെ തരം താഴ്ന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വന്നിരിക്കുകയാണിത്. രഞ്ജിത്ത്, ആശയുടെ ഭർത്താവ് ശരത്ത് നമ്മളോടൊപ്പം. ശരത്ത്, അവിടെ ആദ്യഘട്ടം മുതൽ ഒരു ഈ ഭാര്യയ്ക്ക് സുഖമില്ലാതെ അല്ലെങ്കിൽ കോംപ്ലിക്കേഷനിലേക്ക് വന്ന ആദ്യഘട്ടം മുതൽ അവരൊരു രഹസ്യ സ്വഭാവം സൂക്ഷിച്ചിരുന്നു. നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു? ഞാൻ പറഞ്ഞത് ആശ അടക്കുന്ന അന്നാണ് ഞാൻ വരുന്നത്. അതിനു മുമ്പ് വരെ അവരൊന്നും നമ്മളോടൊന്നും സംസാരിച്ചിട്ടില്ല ഇത്. അത് കഴിഞ്ഞ് ഞാൻ വന്നതിന് ശേഷമാണ് ഞാൻ വിദേശത്താണ്. ഞാൻ ഷിപ്പിലായിരുന്നു, ഒരു ക്രൂസ് ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ വന്നതിന് ശേഷം ഈ അടക്കമെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഈ WCയിലെ സൂപ്രണ്ടുമായിട്ട് പോയി സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഞങ്ങൾ സംസാരിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചത്, കേസ് ഷീറ്റൊക്കെ ചോദിച്ചു. ആ സമയത്ത് അവർ പറഞ്ഞത് ജസ്റ്റ് അവർ വന്ന് ഈ സൗത്തിലെ ആൾക്കാർ SI വന്ന് ഒപ്പിട്ട് മേടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ചെല്ലുന്ന അന്ന് വരെ ആ കേസ് സൗത്തിലോട്ട് വന്നിട്ടില്ല എന്ന്. ഞാൻ വന്നതിന് ശേഷം പോയി SP-ക്ക് പരാതി കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഈ സൗത്തിലോട്ട് ഈ കേസ് വരുന്നത് തന്നെ. നിങ്ങളോട് കള്ളം പറയുകയായിരുന്നു? അത് നമുക്കറിയില്ല. പക്ഷേ അതിന് ശേഷം ഞങ്ങൾ SP ഓഫീസിൽ ചെന്നപ്പോൾ ഓൾറെഡി കേസ് സൗത്തിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അന്ന് എല്ലാവരും സ്ഥലം മാറുന്നത് കൊണ്ട് SP മാഡം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇപ്പം ചാർജ് എടുക്കാൻ വരുന്ന DSP വന്ന ഉടനെ തന്നെ ഈ കേസായിരിക്കും ആദ്യം കൊടുക്കുന്നത്, അതിനനുസരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അതിന് നടപടികൾ ഉണ്ടായിട്ടുണ്ടോ പോലീസിന്റെ ഭാഗത്തുനിന്ന്? അതിനുശേഷം ഒരു 2-3 ദിവസത്തിന് മുമ്പ് നമ്മളെ DSP ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴ DSP ഓഫീസിൽ നമ്മളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തുന്നത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെഡിക്കൽ ബോർഡ് കൂടിയതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയും. ഇതുവരെയായിട്ടും മെഡിക്കൽ ബോർഡ് കൂടിയില്ല. ഇത്രയും ദിവസമായി ഇതുവരെയായിട്ടും മെഡിക്കൽ ബോർഡ് ഒന്നും കൂടിയിട്ടില്ല. അതുകൂടാതെ തന്നെ ഈ ഡോക്ടറിൻ്റെ കാര്യം ആലോചിക്കും. ഈ ഡോക്ടറാണെങ്കിൽ ഒരു റിട്ടയർ ഡോക്ടറാണ്. ഈ ഡോക്ടറിന് ഇവിടെ അതൊക്കെ ഞങ്ങൾ ഈ സൂപ്രണ്ടൊക്കെ ചോദിച്ചതാണ്. ഈ റിട്ടയർ ആയ ഡോക്ടർ, പുള്ളിക്ക് ഇതിനു മുമ്പും കുറേ പരാതികൾ പല സ്ഥലത്തുണ്ട്. ഈ ചേർത്തലയിലൊക്കെ പുള്ളിക്കെതിരെ പരാതികളുണ്ട്. ഈ പരാതിയൊക്കെ ഉള്ള ഡോക്ടറിനെ വീണ്ടും ഡെയിലി ബേസിന് ഇവിടെ കൊണ്ടുവരുന്നത് തന്നെ എന്തിനാണെന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നത്. അപ്പോൾ അവർ പറയുന്നത് അത് മെഡിക്കൽ ബോർഡാണ് തീരുമാനിക്കുന്നത് ഒരാളെ വിടുന്നത് എങ്ങനെയൊക്കെയാണ്. അതായത് ഈ ലാപ്രോസ്കോപ്പി ചെയ്യുന്നത് തന്നെ ഒരു ഗൈനക്കോളജി ചെയ്യാൻ പാടില്ല, ഇതിന് പ്രത്യേക ഒരാളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറയുന്നത് ഇപ്പം പഠിക്കുന്ന MBBS പഠിക്കുന്ന പിള്ളേരെ ഉൾപ്പെടെ എല്ലാം ലാപ്രോസ്കോപ്പി പഠിപ്പിക്കുന്നുണ്ട്. ഈ ഡോക്ടറിനെ ആണെങ്കിൽ തന്നെ ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടർമാരെ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അവർ. അതാണ് അവർ പറയുന്നത്. കുടുംബം പറയുന്നത് റിട്ടയർ ആയൊരു ഡോക്ടറാണ് ഇത് ചെയ്തതെന്നുള്ളതാണ്. ആ ഡോക്ടറെ സംബന്ധിച്ച് ധാരാളം പരാതികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ ഇത്തരത്തിൽ ലാപ്രോസ്കോപ്പി, അതായത് പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയുടെ ഭാഗമായുള്ള ലാപ്രോസ്കോപ്പി ചെയ്യാൻ അവിടെ എത്തുമ്പോൾ മാത്രമാണ് ഈ ഡോക്ടറാണ് എന്നുള്ളത് അറിയുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം ഏത് രീതിയിൽ പോകുമെന്നുള്ളത്, കാരണം അന്വേഷിക്കുന്ന മെഡിക്കൽ ബോർഡാണ്. മെഡിക്കൽ ബോർഡിന് അത് പോകുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. കാരണം ഒരു റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ മേലുണ്ടാകും. പക്ഷേ അത് നഷ്ടം തന്നെയാണ്. ആ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് വലിയ നഷ്ടമാണ്. 2 കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായ പശ്ചാത്തലമുണ്ട്. ഒപ്പം ഇപ്പോൾ ചികിത്സയിലുള്ള, ഇപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയ പെൺകുട്ടി, അവരും ഇത്തരത്തിൽ ഒരു ഗതികേട് ആർക്കും വരരുത് എന്നുള്ള പ്രാർത്ഥനയിലുമാണ്. ന്യൂസ് ട്രെൻഡ്സിൽ നമുക്ക് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകണം. അത് കോഴിക്കോടാണ്. MS അനീഷ് കുമാറുണ്ട്. സമൂഹ മാധ്യമത്തിൽ ഗാന്ധി ഘാതകനായ ഗോഡ്സെ അനുകൂല കമന്റിട്ട കോഴിക്കോട്ട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരായ പ്രതിഷേധം കനക്കുകയാണ്. അധ്യാപികയ്ക്കെതിരെ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്.
NITക്ക് മുന്നിൽ പ്രതിഷേധിച്ച ABVP പ്രവർത്തകർ നാഥുറാം ഗോഡ്സെയുടെ ചിത്രം കത്തിച്ചു. അധ്യാപികയ്ക്കെതിരെ ഉടൻ നടപടിയെടുക്കണം. UGCക്കും NIT ഡയറക്ടർക്കും പ്രൊഫസർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും ABVP നേതാക്കൾ അറിയിച്ചു. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നല്ല ഉപദേശം നൽകേണ്ട, ഇവിടുത്തെ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ പഠിപ്പിക്കേണ്ട ഒരു അധ്യാപിക തന്നെ നമ്മളുടെ രാഷ്ട്രത്തിനെതിരായിട്ടുള്ള രാഷ്ട്രദ്രോഹപരമായിട്ടുള്ള ഒരു സമീപനം കൈക്കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അധ്യാപികയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ABVP ഈ ഒരു പ്രതിഷേധ സമരം ഈ ക്യാമ്പസിലേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. അധ്യാപികയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ABVP NIT ഡയറക്ടർക്കും അതുപോലെ തന്നെ UGCക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകുന്നതായിരിക്കും. ഗാന്ധിഘാതകനായ ഗോഡ്സെയെ പ്രതീകാത്മകമായി തൂക്കിലേറ്റിയാണ് KSU പ്രതിഷേധിച്ചത്. ഷൈജ ആണ്ടവന്റെ അക്കൗണ്ട് വിവരങ്ങൾ തേടി കുന്നമംഗലം പോലീസ് ഫേസ്ബുക്കിനെ സമീപിച്ചു. അക്കൗണ്ട് വിവരങ്ങളും IP അഡ്രസ്സും ഉൾപ്പെടെയുള്ള വിവരങ്ങൾക്കായാണ് ഫേസ്ബുക്കിനെ സമീപിച്ചത്. പ്രൊഫസറുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് NIT ഡയറക്ടർക്കും പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. SFI നൽകിയ പരാതിയിൽ പ്രൊഫസർക്കെതിരെ കുന്നമംഗലം പോലീസ് കേസെടുത്തിരുന്നു. ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഹിന്ദു മഹാസഭ പ്രവർത്തകനായ നാഥുറാം വിനായക് ഗോഡ്സെ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോ എന്ന കുറിപ്പോടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പോസ്റ്റ് ചെയ്ത ഗോഡ്സെയുടെ ചിത്രത്തിന് താഴെയാണ് ഷൈജ ആണ്ടവൻ കമന്റ് ഇട്ടത്. ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ടോ എന്നായിരുന്നു കമന്റ്. സംഭവം വിവാദമായതോടെ കമന്റ് ഡിലീറ്റ് ചെയ്തിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. MS സനീഷ് കുമാർ തന്നെ തുടരുന്നുണ്ട്. അനീഷ്, വിചിത്രമാണ് കാര്യങ്ങൾ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു അധ്യാപിക ഇത്തരത്തിൽ ഗോഡ്സെയെ പോലെ ഒരാളുമായി ബന്ധപ്പെട്ട് അനുകൂലിച്ചുള്ള കമൻ്റ് ഇടുന്നത്. അതിനുശേഷം NIT സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? വലിയ പ്രതിഷേധം സ്വാഭാവികമായും ഉണ്ടാകും അവർക്കെതിരെ. വിദ്യാർത്ഥി സംഘടനകളൊക്കെ രംഗത്ത് വരും. എന്താണ് പൊതുവെയുള്ള സാഹചര്യം NITയിലെ? ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരവും ധാരണയോ വല്ലതും ഉണ്ടോ? അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? മൂന്ന് തരത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഒരു തരത്തിൽ SFI ഏരിയ കമ്മിറ്റി അംഗം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ IP വിവരങ്ങളും അക്കൗണ്ട് വിവരങ്ങളുമൊക്കെ ഫേസ്ബുക്കിനോട് ആരാഞ്ഞ് കത്തയച്ചിട്ടുണ്ട്. ഒപ്പം ഈ NIT ഡയറക്ടറോട് ഇവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒക്കെ ചോദിച്ച് പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. ഇതാണ് നിയമപരമായ നടപടിക്രമങ്ങൾ. എന്തായാലും ഇവ കിട്ടുന്നതനുസരിച്ചായിരിക്കും ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് പോലീസ് പറയുന്നത്. മറുവശത്ത് NIT എന്ന നിലയിലും അന്വേഷണം ആരംഭിച്ചു. ഡയറക്ടർ ഈ അധ്യാപികയോട് വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ MK രാഘവൻ ഏതായാലും സമൂഹമാധ്യമത്തിൽ ഗാന്ധി ഘാതകനായ ഗോഡ്സെ അനുകൂല കമന്റിട്ട കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെയാണ് പ്രതിഷേധം കനക്കുന്നത്. അന്വേഷണമൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അനീഷ്, കേൾക്കാമെങ്കിൽ തുടരാം. തീർച്ചയായും അത്തരത്തിൽ ഈ ഒരു സ്ഥാപനം എന്ന രീതിയിലുള്ള ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ഇന്നലെ ABVPയും KSUവും ഈ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തുകയും ഈ ഗോഡ്സെയുടെ ചിത്രം കത്തിക്കുകയും അദ്ദേഹത്തെ പ്രതീകാത്മകമായി തൂക്കിലേറ്റുകയും ഒക്കെ ചെയ്തു. ഇന്ന് അല്പസമയത്തിനകം SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്വരയുടെ നേതൃത്വത്തിലുള്ള SFIയുടെ വലിയ മാർച്ച് ഇവിടേക്ക് വരുന്നുണ്ട്. അതും വലിയ പ്രതിഷേധമായാണ് ആലോചിക്കുന്നത്. ഒപ്പം നാളെ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ സ്ഥാനത്ത് യുവജന സംഘടനകൾ പ്രതിഷേധം ഏറ്റെടുക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെയും DYFIയുടെയും നേതൃത്വത്തിലുള്ള വലിയ മാർച്ചുകൾ ഈ സ്ഥാപനത്തിലേക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർക്കെതിരെ അടിയന്തരമായി നടപടിയെടുക്കണം എന്ന ആവശ്യമാണ് എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോഴും അന്വേഷണം നടക്കുന്നു, വിശദീകരണം തേടിയിരിക്കുന്നു എന്നൊക്കെയുള്ള മറുപടിയാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് നൽകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനൊപ്പം ഒരു കൗതുകകരമായ രാഷ്ട്രീയവും ഈ നടപടിക്രമങ്ങളിലുണ്ട്. കാരണം ഈ സ്ഥാപനത്തിലെ ഈ സംഘപരിവാർ അനുകൂലിയായ അധ്യാപിക എന്ന രീതിയിലാണ് KSUവും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും SFIയും ഒക്കെ ഈ അധ്യാപികയെ പറയുന്നത്. നേരത്തെ ഈ സ്ഥാപനത്തിൽ ഈ അയോധ്യ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. അന്ന് ഈ രാജ്യത്തിൻ്റെ ഭൂപടം കാവിക്കടലിൽ ചിത്രീകരിച്ചു എന്ന് ആരോപിച്ച് ഒരു പ്രതിഷേധം നടക്കുകയും അത് നേരിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഉത്തരവാദി എന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിൽ ഈ സസ്പെൻഷൻ നടപടി
നടപടികൾക്ക് ഏറ്റവും മുന്നിൽ നിന്നത് ഈ അധ്യാപിക ആണ് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്നാൽ അവർക്കെതിരെ ABVP തന്നെ ഇന്നലെ രംഗത്തിറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ചയും കണ്ടു. എന്തായാലും ഈ സമരങ്ങളും അന്വേഷണവും ഒക്കെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സാഹചര്യം. ഏതായാലും വലിയ പ്രതിഷേധം ഈ അധ്യാപികയ്ക്കെതിരെ NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ മേഖലയിൽ ഉണ്ടാകുന്നു. അന്വേഷണം നടക്കും. സ്വാഭാവികമായും രാജ്യദ്രോഹം അടക്കമുള്ള വകുപ്പുകൾ ചേർത്തുള്ള കേസ് അത് പ്രധാനമായും സംഭവിച്ചേക്കാം. ഹിന്ദു മഹാസഭ പ്രവർത്തകനായ വിനായക് ഗോഡ്സെയുടെ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോ എന്ന പേരിൽ കുറിപ്പിട്ട അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് താഴെയാണ് ഷൈജ ആണ്ടവൻ കമൻ്റ് എടുത്തത്. ആ കമൻ്റ് ഇത്തരത്തിലായിരുന്നു: ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്നായിരുന്നു. സംഭവം വലിയ വിവാദമായി. പോലീസ് കേസെടുത്തു. ഏതായാലും ന്യൂസ് ട്രെൻഡ്സ് പൂർണ്ണമാകാനുള്ള സമയമായി. പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഒന്ന്, ഹൈറിച്ച് പോലെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ. അത് വിശദമായി തന്നെ കഴിഞ്ഞ 1 മണിക്കൂർ ചർച്ച ചെയ്തു. ആലപ്പുഴ കടപ്പുറം ആശുപത്രിയിലെ അനാസ്ഥ, അത് വളരെ പ്രധാനപ്പെട്ട വിഷയമായി ന്യൂസ് ട്രെൻഡ്സ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു. ഏറ്റവും ഒടുവിൽ ഈ NIT പ്രൊഫസറുടെ ലീലാവിലാസങ്ങളും നമ്മൾ എത്തിക്കുകയായിരുന്നു. ന്യൂസ് ട്രെൻഡ്സ് ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. നിർത്തുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ